അവരുടെ അടുത്തുള്ളൊരു കൊച്ചിനെ ഇഷ്ടമാണ്. അവർ അയ കിടക്കുന്ന തുണിയെല്ലാം കട്ട് ചെയ്ത് കളയുന്നു. ബംഗാൾ സ്റ്റൈലിൽ ചൂട്, നല്ല ചൂട് അത് കീറിയിരിക്കുന്നു. ഞാൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഒരു വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തു. എൻ്റെ ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ്റെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കി. ഇന്ന് ഗോതമ്പ് ദോശയായിരുന്നു. ഗോതമ്പ് ദോശ ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അടുത്ത റൂമിലൊക്കെ വെച്ചാണെന്നുണ്ടെങ്കിൽ അവർ ബംഗാൾ സ്റ്റൈലിൽ ഒരു ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ അതൊക്കെ ചൂടാക്കി വെച്ചേക്കുമായിരുന്നു. പ്രവീൺ അന്നേരം വന്നില്ല. ഇപ്പം സമയം 9 മണി കഴിഞ്ഞു, 9:15. അപ്പം ഞാൻ ഓർത്ത് ജോലിയൊക്കെ കഴിഞ്ഞല്ലോ, എന്നാൽ പിന്നെ പ്രവീണിൻ്റെ അടുത്ത് വരെ പോകാൻ. പ്രവീണിൻ്റെ ഓഫീസാണെങ്കിൽ ഇവിടെ അടുത്താണ്. അന്നേരം ഞാൻ വെച്ച് വൈകുന്നേരം ഒരു നടത്തിയാവല്ലോ. റൂമിൽ തന്നെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ എനിക്കും ബോറടിക്കും. ചൂട്, നല്ല ചൂടാണ് കേട്ടോ. ഈ മാസം നല്ല ചൂടാണ്, ജൂലൈ നല്ല ചൂടാണ്. ഞാൻ വിയർത്തൊരു പരിവായി. കഴിഞ്ഞ വീഡിയോക്കകത്ത് ഇങ്ങനെ വിയർത്ത് നമ്മൾ കുറച്ച് നടക്കുമ്പോഴത്തേനും നമ്മൾ ഭയങ്കരമായിട്ട് വിയർക്കും. അത്രയ്ക്ക് ഹ്യൂമിഡിറ്റിയാണ്, ചൂടാണ്. പിന്നെ എനിക്കൊരു കാര്യം, ഞാൻ മുന്നേരത്തെ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ എന്ത് സ്മെല്ലാണെന്നറിയോ. എന്തൊരു നല്ല സ്പ്രേ. ഈ സ്പ്രേയുടെ പേരറിഞ്ഞിരുന്നെങ്കിൽ നമുക്കത് മേടിക്കായിരുന്നു. എന്തൊരു മണമാണോ, അത്ര ആണെന്ന് തോന്നുന്നു കേട്ടോ. അതുപോലെ സ്മെല്ലാണ്. പക്ഷേ ഇവിടെ അവിടെ അങ്ങോട്ട് പോകാൻ തോറും ഫുള്ള് അത്തറിൻ്റെ മണമാണ്. എനിക്ക് തോന്നുന്നു അത്തറിൻ്റെ ഒക്കെ അതായിരിക്കും, ഫാക്ടറി ആയിരിക്കും. എന്നാ ഞങ്ങളുടെ അവിടെ ഇട്ട് പോകുമ്പോൾ ഫുള്ള് എന്താ പറയുക, ഫുള്ള് നല്ല അച്ചാറിൻ്റെ മണമാണ്. അച്ചാർ അല്ല, നമ്മൾ ഈ കവറിലൊക്കെ മേടിച്ചിട്ട് നമ്മളിങ്ങനെ സ്കൂളിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ ഞങ്ങൾ കുറേ പേര്, ഞങ്ങളുടെ അടുത്തൊരു അമ്മായിക്കടയുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ പോകും. ഈ വിഷുവിനൊക്കെ പൈസ കിട്ടുന്ന ഒക്കെ വെച്ചിട്ട്, കൈനീട്ടമൊക്കെ കിട്ടുന്ന വെച്ചിട്ട് അമ്മായിക്കടയിൽ പോയിട്ട് നമ്മൾ അച്ചാർ മേടിക്കും. നാരങ്ങ അച്ചാർ, മാങ്ങ അച്ചാർ, സെയിം അതേ മണമാണ് ഇവിടെ. പെർഫ്യൂം അല്ല, ഇവിടെ അല്ല, സോറി, അവിടെ നമ്മുടെ അവിടെ പെർഫ്യൂമിൻ്റെ മണം. കൺഫ്യൂഷൻ ആവുന്നല്ല. നമ്മുടെ അവിടെ അച്ചാറിൻ്റെ മണം. പിന്നെ നമ്മുടെ റോഡ് പണിക്കൊക്കെ ടാറുരുക്കത്തില്ലേ, ആ മണം. അതെന്തിൻ്റെ മണമെന്ന് എനിക്കിതുവരെയായിട്ട് മനസ്സിലുണ്ട്. എന്ത് പ്രൊഡക്ഷൻ നടക്കുമ്പോഴാണ് ആ ഒരു സ്മെല്ല് വരുന്നത് എനിക്കറിയില്ല. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ എന്തൊരു മണമാണെന്നറിയാം. സൂപ്പർ മണമാണ് പെർഫ്യൂമിൻ്റെ. റൂമിൻ്റെ അവിടെ നിന്ന് റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ 2 വളവ് കഴിയുമ്പോൾ പ്രവീണിൻ്റെ റൂമെത്തും. പക്ഷേ പ്രവീൺ ഞങ്ങൾ ഒരു റൂമില്ല, പ്രവീണിൻ്റെ ഓഫീസെത്തും. ഇന്ന് മൊത്തം മറക്കുക. എന്താണെന്ന് വെച്ചാലേ ടെൻഷനും പേടിയൊന്നും ഇല്ല. അല്ല, അങ്ങനെയല്ല, ഉണ്ട്. പേടിക്കേണ്ടേയും ടെൻഷൻ അടിക്കേണ്ടേയും കാര്യമില്ലെങ്കിലും നമ്മൾ ഇങ്ങനെ നടക്കുമ്പം പറഞ്ഞു വന്നാൽ എന്തായിരുന്നു, 2 പേര്. അപ്പോൾ നമ്മൾ കാര്യം പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോൺ നോക്കി നമ്മൾ കാര്യം പറഞ്ഞാൽ നമുക്കൊരു കുഴപ്പമൊന്നുമില്ല. എന്നാലും അവർക്കൊരു ബുദ്ധിമുട്ടല്ല ആവരുതല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നത്, നമ്മുടെ റൂമിൽ നിന്ന് ഒരിത്തിരി വളവ് കഴിഞ്ഞ് പ്രവീണിൻ്റെ ഓഫീസെത്തി. അങ്ങനെ ഇപ്പോൾ ഞാൻ 3 വളവും കഴിഞ്ഞ് നേരെ നടക്കണം. ഈ നേരെ നടന്നൊരു 50 അടിയില്ലേ, ഇങ്ങനെ അത് കഴിയുമ്പോഴത്തേന് പ്രവീണിൻ്റെ ഓഫീസെത്തും. ഓൾമോസ്റ്റ് എത്തി. പക്ഷേ ഇങ്ങനെ സ്പീഡ് നടന്നേ, നാട്ടിലാണെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടിയൊക്കെ നടക്കും, നമുക്ക് കുഴപ്പമില്ല. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ അധികം നടക്കുന്നില്ല. അതുകൊണ്ട് എനിക്കങ്ങോട്ട് നീങ്ങുന്നില്ല അങ്ങോട്ട് മുന്നോട്ട്. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഫൈനലി. അങ്ങനെ പ്രവീണിൻ്റെ ഓഫീസെത്തി. ഞാൻ കുളിച്ചും കഴിഞ്ഞു. അങ്ങനെ ഓഫീസെത്തി. എന്തൊരു സുഖം, നല്ല തണുപ്പ്. നമ്മൾ ഓഫീസെത്തി. ഇനി ഇവിടെ 18-ാം പടി കയറാനുണ്ട്. അത് കയറിയാണ് നമ്മൾ അങ്ങോട്ട് ചെല്ലാൻ. കണ്ട
യെസ്, ഞാൻ സ്പീഡിൽ വന്നു. എങ്കിലും നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ വന്ന് വിളിക്കുകയാണ്. ജോലി നടക്കുന്നു, നമുക്ക് ഡിസ്റ്റർബ് ചെയ്യേണ്ടതില്ല. നമ്മൾ ഇരുട്ടത്തോടെ നടക്കുക. വെട്ടമില്ലേ? ഈ ഒരു ഏരിയയിൽ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. അതെ, ഭയങ്കര ചൂടാ. ഞാൻ പറയുമായിരുന്നേ, ഇവിടെ ആണെന്നുണ്ടെങ്കിലേ നല്ല മണമാണ് പെർഫ്യൂമിൻ്റെ അല്ലേ. ഞങ്ങളുടെ അവിടെ ആണെങ്കിൽ മണമൊന്നുമില്ല, പെർഫ്യൂമൊന്നുമില്ല. ഞങ്ങളുടെ അവിടെ അച്ചാറാണ് മണക്കുന്നത്. കസ്തൂരി മണക്കുന്നല്ലോ. നമ്മൾ ഒരേ ഷെയ്ഡല്ല, ഒരേ കാറ്റഗറിയിൽ വരുന്ന ഡ്രസ്സാണ്. ഞാൻ ബ്രൗണ്, ഇത് ലൈറ്റ് കളർ, ബ്രൗണിൻ്റെ ലൈറ്റ് കളർ, ക്രീം. നമ്മൾ ഇത് നാട്ടിൽ നിന്ന് എടുത്തതാണ്. നമ്മൾ നാട്ടിൽ ഒരു കടയിൽ പോയപ്പം, കല്യാണം കഴിഞ്ഞിട്ടില്ലേ, ഒരു കടയിൽ പോയപ്പോൾ എടുത്തതാണ്. ഈ ഡ്രസ്സിന് 299 കണ്ടേ ഉള്ളായിരുന്നു. അങ്ങനെ എടുത്തതാണ്. അപ്പം ഇവനൊരു ഷർട്ട് എടുത്തു. അത് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. അങ്ങനെ ഞാനൊരു ദിവസം ഇവിടെ വന്നിട്ട്, നേരത്തെ നമ്മൾ സ്റ്റുഡിയോയിലായിരുന്നല്ലോ, തുണി കഴുകി വെളിയിലാണ് നമ്മൾ ഇടുന്നത്. ആ സാധനത്തിൽ ഇട്ട് ഒരു ദിവസം വന്നപ്പോൾ നാണ്ടാ അത് കീറിയിരിക്കുന്നു. ആരുടെ അത് കീറിയത്? നല്ലതായിരുന്നില്ലേ? സെയിം ഈ കളർ. നമ്മൾ ഇതിൻ്റെ കൂടെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചു. അത് നശിച്ചു പോയി. ആരും അത് കട്ട് ചെയ്ത്. ചിലരുണ്ട്. എൻ്റെ കൂടെ +2 പഠിച്ചപ്പോൾ ഒരു ചെറുക്കൻ പറഞ്ഞാണേ. അപ്പം ആ ചെറുക്കനാണെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്തുള്ളൊരു കൊച്ചിനെ ഇഷ്ടമാണ്. അപ്പം അവനാണെന്നുണ്ടെങ്കിൽ അവൻ്റെ ആ ഒരു പ്രൊപ്പോസൽ ആ കൊച്ചു നിരസിച്ചു. അപ്പോൾ ഇവ എന്ത് ചെയ്യുന്നറിയാം, ഒരു വീട് അടുത്തടുത്താണ്. ഈ ചെറുക്കൻ ചെന്നിട്ടുണ്ടല്ലോ, അവർ അയൽ കിടക്കുന്ന തുണിയെല്ലാം കട്ട് ചെയ്ത് കളയുന്നു. അത്രയും കൊണ്ട് അങ്ങനത്തെ പ്രതികാരങ്ങളാണ് അവൻ ചെയ്തത്. അപ്പം നമ്മുടെ എങ്ങാണോ ആരെയെങ്കിലും കട്ട് ചെയ്തതാണോ എന്ന് നമുക്കൊരു ഉരുകിപ്പോയാൽ നമ്മൾ അതിനകത്ത് തേക്കുന്നില്ല. വാഷിംഗ് മെഷീൻ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട്, അതും ഈ ഡ്രസ്സ് അടിക്കുമ്പോൾ നമ്മൾ സാധാരണ 50 നമ്പറൊക്കെ വരുന്നത് ഇട്ടിട്ടാണ് നമ്മൾ തുണി നനയ്ക്കുന്നത്. ഇതാണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും 10 ഇട്ടിട്ടാണ്. എന്നുവെച്ചാൽ ജസ്റ്റ് ഒന്ന് കറങ്ങി വരത്തതേ ഉള്ളൂ. അതപ്പോൾ എങ്ങനെയാണ് അത് ഉരുകുന്നത്? അത് മനഃപൂർവ്വം ആരോ നശിപ്പിച്ചതാണ് കേസ്. എന്നാ പോട്ടെ എന്ന് വിചാരിച്ചു. അല്ല, ഞാൻ ഇതിന് ആ പ്രതികാരം എങ്ങനെയുണ്ട്? കൊള്ളായിരുന്നോ? അങ്ങനെ നമ്മൾ നടന്നു കേട്ടോ. ഇതാണ് നമ്മുടെ സിഗ്നൽ, ഫ്ലൈ ഓവർ. ഇതിൻ്റെ ഇവിടെ ആണ് നമ്മളെ അറിയാവുന്ന ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. എന്നുവെച്ചാൽ അങ്ങനെയല്ല, യൂട്യൂബിൽ വന്നതിന് ശേഷം നമ്മളെ അറിയാവുന്നവരില്ലേ, അറിയാവുന്നവർ. നമ്മുടെ ഫ്ലാറ്റിൻ്റെ ഇവിടെ തന്നെ ഒരു പയ്യനുണ്ട് നമ്മളെ അറിയാവുന്ന. അതൊരു ദിവസം വന്നിട്ട് പറഞ്ഞു, വീഡിയോ ഒക്കെ ചെയ്യുന്നതല്ലേ, അറിയാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പം നമുക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെ ആണ് കാര്യങ്ങൾ. അങ്ങനെ നമ്മുടെ ലിഫ്റ്റിൽ വന്നു. ഭയങ്കര ചൂട്. ബിൽഡിങ്ങിലോട്ട് കയറിയപ്പോൾ ചെറിയൊരു തണുപ്പുണ്ടല്ലേ? ഭയങ്കര ചൂട് കാരണം കണ്ടോ, വിയർത്ത് കണ്ടോ. വർക്കൗട്ട് നമുക്ക് ഗ്ലോ വരും. അങ്ങനെ നമ്മൾ നമ്മുടെ റൂമിലേക്ക് കിടക്കുകയാണ് ഗൈസ്. ഇനി ചെന്നിട്ട് വേണം, നമ്മൾ ഓൾറെഡി എന്നുവെച്ചാൽ കുറച്ച് ഫാറ്റൊക്കെ ബേണായെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമുക്കിനി പോയിട്ട് തിന്നാം. ഖാന